ധർമ്മ സന്ദേശയാത്ര. സംസ്കാരം, സമ്പത്ത്, സന്താനം, സംഘടന എന്നിവയിൽ ഊന്നിക്കൊണ്ടുള്ള ജീവിത പദ്ധതിക്ക് ഹിന്ദുക്കൾ തയ്യാറാവണമെന്ന് മാർഗദർശക മണ്ഡൽ സംസ്ഥാന അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി. ഹിന്ദു വോട്ട് ബാങ്ക് ആവണം, ഹിന്ദുവിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നവർക്ക് വോട്ടില്ലെന്നു പറയാനുള്ള ചങ്കൂറ്റം ഓരോ ഹിന്ദുവിനും ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സമൂഹം നേരിടുന്ന ധർമ്മച്യുതികൾക്കെതിരെ കേരള മാർഗദർശക മണ്ഡലം നടത്തുന്ന ധർമ്മ സന്ദേശയാത്രയ്ക്ക് പാലക്കാട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ധർമ്മ സന്ദേശയാത്ര തൃശൂർ ജില്ലയിൽ പ്രവേശിക്കും. ാണ് സന്യാസിമാർ നയിക്കുന്ന ധർമ്മസന്ദേശയാത്രയ്ക്ക് ഹിന്ദു സംഗമം എന്ന പേരിൽ വിപുലമായ സ്വീകരണം നൽകിയത്. മാർഗദർശക മണ്ഡൽ സംസ്ഥാന അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി ചടങ്ങിൽ ധർമ്മസന്ദേശം നൽകി. സംസ്കാരം, സമ്പത്ത്, സന്താനം, സംഘടന എന്നിവയിൽ ഊന്നിക്കൊണ്ടുള്ള ജീവിത പദ്ധതിക്ക് ഹിന്ദുക്കൾ തയ്യാറാവണം. ഹിന്ദു വോട്ട് ബാങ്ക് ആവണം, ഹിന്ദുവിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നവർക്ക് വോട്ടില്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഓരോ ഹിന്ദുവിനും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈന്ദവ ചേതന ഉണർന്നു എന്ന് കണ്ടപ്പോ ഇപ്പൊ ഭക്തസമ്മേളനങ്ങൾ നടത്തേണ്ട അവസ്ഥയിൽ എത്തി. അതുകൊണ്ട് സാമാജിക ബോധത്തോടുകൂടി ഹിന്ദു താത്പര്യത്തെ രക്ഷിക്കുന്നവർക്ക് എന്റെ വോട്ടുള്ളൂ എന്ന് പറയാൻ സാധിക്കണം. ക്രിസ്ത്യാനികൾ പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഹിന്ദു ഈ കാര്യം സൂചിപ്പിച്ച ഞാനോ മറ്റോ വർഗീയവാദി എന്ന് പറയപ്പെടുവോ എന്ന് പേടിയാണ്. നിങ്ങൾ എന്ത് വാദി എന്ന് പറഞ്ഞാലും വിരോധമില്ല. നമ്മള് ഉള്ളവന്റെ വർഗവും ഇല്ലാത്തവന്റെ വർഗവും ഒന്നും വേർതിരിച്ച് പറയുന്നില്ല. മനുഷ്യ സമൂഹത്തെ ഒന്നായി കണ്ട് സകല മനുഷ്യർക്കും സുഖവും ശാന്തിയും ഉണ്ടാവട്ടെ എന്ന് പഠിപ്പിച്ച ഒരു പൈതൃകത്തിന്റെ പിന്മുറക്കാരാണ്. ആ സ്മൃതിയോടുകൂടി സംഘടിതമായി ഒന്നിച്ചു പോവുക. ചെമ്പിനെ സ്വർണവും സ്വർണത്തെ ചെമ്പുമാക്കുന്ന നാടായി കേരളം മാറി. ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്ക് ഒരു രൂപ പോലും നൽകരുത്. 2018 ഹിന്ദു സമാജം ഒരുപാട് വേദന അനുഭവിച്ചു. അത് പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഇന്നും തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം ബോർഡ് ക്ഷേത്രമാണെങ്കിൽ അവിടെ നമ്മൾ തൊഴുക, പ്രദക്ഷിണം ചെയ്യുക, പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക, ഭഗവാനോട് പറയുക, ഭഗവാനെ നീ ഈ സർക്കാരിന്റെ പിടിയിൽ നിന്നൊന്ന് രക്ഷപ്പെടു. നീ സ്വയം രക്ഷപ്പെട്ട് കാണിച്ചാൽ ഞാൻ ഭണ്ഡാരത്തിൽ വല്ലതും അല്ല അച്ഛാ, ഞാൻ നാട്ടില് കമ്മിറ്റിക്കാര് നടത്തുന്ന ക്ഷേത്രമുണ്ട്, അവിടെ ഭണ്ഡാരത്തിലിടും. സ്വാമി അശേഷാനന്ദ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി, സ്വാമി പൂർണ്ണാനന്ദ തീർത്ഥപാദർ, സ്വാമി ഉദിത് ചൈതന്യ, സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. കൂടാതെ ബ്രഹ്മകുമാരീസ് മെഡിറ്റേഷൻ സെന്ററിൽ നടന്ന ഹിന്ദു നേതൃസംഗമത്തിൽ വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. ജനം, പാലക്കാട്.